ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 26 26ാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ബർണറാണ്. ഗ്യാസ് കത്തുന്നില്ല, ആരോ തുറന്നു വെച്ചിട്ട് പോയി. ആക്ച്വലി ഇത് ലൈവിൽ ഒരു 10 മിനിറ്റോളം ഇത് മാത്രം ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞാൽ അതൊരു വലിയ ഇഷ്യൂ ആവുന്ന വിചാരിച്ചു. ശരിക്കും വലിയൊരു ഇഷ്യൂ ആണ്, പക്ഷെ ആ വീട്ടിലൊരു ഇഷ്യൂ അല്ലാതെ ഒരു കാര്യം അല്ലാത്ത രീതിയിലാണ് ആയി പോയി ആ സാധനം. അങ്ങനെ അങ്ങോട്ട് എന്തായില്ല. ജാസ്മിൻ കുറെ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു ജാസ്മിന്റെ. അല്ല, ജാസ്മിൻ അവിടെ ഗ്യാസ് അവരെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് ജാസ്മിൻ വിചാരിച്ചിരുന്നത്. ഓരോ ദിവസം കുക്കിംഗ് ടീമും അവരവരെ വീട്ടിൽ നിന്ന് കൊടുത്തയക്കാനാണ് ജാസ്മിന്റെ വിചാരം. പിന്നെ ശ്രീരേഖയും നമ്മുടെ യമുന റാണിയും അവരാണ് കണ്ടന്റ്. അവർ രണ്ടുപേരുമാണ് അവരുടെ കണ്ടന്റുകൾ. അവർ രണ്ടുപേരും അമ്മസ്ഥാനമായിരിക്കാന്നുള്ളത് മാക്സിമം പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് രണ്ടാളും കൂടിയുള്ള പരസ്പരം അതെ, അതൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബോട്ടിൽ ഫ്ലിപ്പ് ചെയ്യുന്നു, കഴിക്കുന്നു. അതെനിക്ക് അർജുന്റെ ടീം എനിക്കത് അങ്ങനെ വലിയൊരു അല്ലേ സെറ്റപ്പ് ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഫുഡ് ഫുള്ള് കഴിക്കണ്ടേ, അതൊരു ഛർദിക്കാനൊക്കെ വരും കുറെ കഴിച്ചിട്ട്. പക്ഷെ എന്നാലും ലൈക്ക് എന്താ പറയാ, കുറച്ച് ടൈം എടുത്താലും കഴിക്കാം. കാരണം ആള് സ്ട്രെങ്ത് കൂടുന്നുണ്ടെങ്കിൽ കഴിച്ചിട്ട് പോവാം. ചിലർക്ക് ഇത് ഭയങ്കര സീനായിരിക്കും, ചിലർക്ക് അത് ഓക്കെ ആയിട്ട് കഴിക്കാൻ പറ്റും. ലൈവിലൊക്കെ അതെ, അപ്സരൊക്കെ ഭയങ്കരമായിട്ട് തീരുമാനമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നത് ഗബ്രിച്ചേട്ടൻ കിടന്ന് ഉറങ്ങിയ സംഗതി. അതിന് റസ്മിന് ഇപ്പൊ ഒന്നും പറയാല്ല. അതിനിടയിൽ ജിൻഡോന്റെ ഗോള് കുഴപ്പമില്ലടാ, അവന് ശിക്ഷ ഒന്നും കൊടുക്കണ്ട. ജിൻഡോ അതിനിടയിൽ കൂടി ഫെയർ പ്ലേ അത് കളിക്കാൻ ജിൻഡോ അങ്ങനെ സാധനം അലക്കി വിട്ടു. അതിനുശേഷമാണ് എന്ത് മറ്റത് വന്നത്, ട്രസ്റ്റ് ഇഗ്നോർ പ്രൊട്ടക്ട് ടാർഗറ്റ് ആ സാധനം വന്നു. നമ്മളെല്ലാവരും നോറയ്ക്ക് കരയാനല്ല, നോറയും ജാസ്മിനും തമ്മിലുള്ള അന്തർധാര ഇന്നത്തെ ചർച്ചയിലൂടെ മനസ്സിലായി. അതിനു വേണ്ടിയുള്ള ഒരു ടാസ്ക് പോലെ വന്നു ഈ സാധനം. കാരണം രാവിലത്തെ ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ തന്നെ രണ്ടുപേരും തമ്മില് വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി. മൊത്തം ടാസ്കും കൊടുത്താലും ഇവർ രണ്ടുപേരും തന്നെയാണ്. ഇവിടെ ഓരോരുത്തർക്കും ഓരോ അങ്ങനെ ഇതാണ് ശ്രദ്ധിച്ചേ. നോറയ്ക്ക് ജാസ്മിൻ, യമുന റാണിക്ക് ശ്രീരേഖ, ജിൻഡോക്ക് ജിൻഡോക്ക് ഗബ്രി. ഇവിടെ അങ്ങനെയാണ് പോണത് കാര്യങ്ങള്. പിന്നെ അൻസിബയ്ക്ക് എല്ലാവരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ശ്രീധുവിനും ശരണ്യക്കും പ്രത്യേകിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് അതെ അവര് ജിൻഡോ ആയിട്ടുണ്ട് അല്ലെ. അത് ബാക്കിയുള്ളവരും കൂടി പറയുന്നതുകൊണ്ട് ജിൻഡോന്റെ കൂടെ കയറിയതാണോ എനിക്ക് സംശയമുണ്ട്. പിന്നെ പ്രാസംഗികന്റെ ഒരു പ്രസംഗം ഉണ്ട്. അയ്യന്റെ മോനെ. അതേമാതിരി ഇവള് റസ്മിനും ഗബ്രി അയ്യോ വെറുപ്പിച്ച് ജിൻഡോനെ പറയാനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് 100 നാവാണ് തോന്നുന്നുണ്ട്. ജസ്മിന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ട്, ഒരു റൗഡി ഒക്കെയാണ്. സ്വന്തമായിട്ട് ഞാൻ ഒരു റൗഡി സ്വന്തമായ ഒരു തോന്നലാണ്. അല്ല, അവര് കുറച്ച് എന്താ പറയാ ഒരു ആറ്റിറ്റ്യൂഡിൽ സംസാരിക്കുന്ന ഒരു ലേഡി തന്നെയാണ് തോന്നുന്നത്. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി എന്താ പറയാ, എനിക്ക് അങ്ങനെ തോന്നിയത് ഒരു നല്ല ആറ്റിറ്റ്യൂഡ് ആയിട്ട് തോന്നിയത്. ചട്ടമ്പി ടീച്ചർ ഏകദേശം ആ പേരൊരു കറക്റ്റ് ആക്കണ പോലെയാണ്. ഇത് അവരെന്തൊക്കെയാണോ പേഴ്സണലി ഉള്ള ഡിഫറൻസുകൾ അതുപോലെ തന്നെ വന്നത്. റസ്മിൻ മറ്റേ ഇവർക്ക് കൊടുക്കുന്നു, ജാൻമണിക്ക് കൊടുക്കുന്നു, മറ്റേ ഇവനോട് ജിൻഡോനോട് പ്രശ്നമുള്ളവർ ജിൻഡോക്ക് ഇട്ട് കൊടുക്കുന്നു, ടാർഗറ്റ് ആക്കുന്നു, ജിൻഡോ തിരിച്ചും കൊടുക്കുന്നു. അത് ആ വഴിക്ക് തന്നെയാണ് പോയത്. പക്ഷെ ഗബ്രിയുടെ സ്പീച്ച് മാൻ കുറെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പറയുന്നത്, പക്ഷെ വലിച്ചു നീട്ടി റബ്ബർ ബാൻഡിനേക്കാൾ നീണ്ടു പോയിരുന്നത്. എന്നിട്ട് ലാസ്റ്റ് മറ്റേ പരിപാടി ദേഹത്ത് തൊടാൻ എനിക്ക് താല്പര്യമില്ല. എന്നിട്ട് ഇത് ഞാൻ ജിൻഡോയുടെ നെഞ്ചത്ത് വെക്കുന്നു, അയാളെ നെഞ്ചത്ത് പിന്നെ എന്റെ മേത്ത് തൊടരുത് എന്ന് മാറിക്കണം. എന്തോന്നടേ നാടകം. ഇതിനിടയിൽ കൂടി അപ്സര അൻസിബ ഒരു ചെറിയ പോര് സ്പാർക്ക് വീണ് തുടങ്ങിയിട്ടുണ്ട്. അത് ഏത് നിമിഷമാണെന്നെങ്കിലും പൊട്ടാം. ഇപ്പൊ ഒരു സ്നേഹത്തിൽ പൊതിഞ്ഞ അതെ പോരാണ് നടക്കുന്നത്. വരും ദിവസങ്ങളിൽ അതൊരു പെരിയ പോരാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജാസ്മിനെ പറയുമ്പോൾ കുറെ എക്സ്പ്രഷൻ, അതെ ജാസ്മിന്റെ കുറെ സാധനങ്ങൾ ഗോഷ്ടികളാണ് ജാസ്മിന്റെ. മുഖം കൊണ്ടും ചുണ്ടും വെച്ച് ഏറ്റവും നന്നായി അഭിനയിക്കുന്ന ജാസ്മിൻ. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് കാറ്റ് ഫൈറ്റ്. ഈ സീസണിലെ
ക്യാറ്റ് ഫൈറ്റ്. മിക്കവാറും മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നോറ ജാസ്മിൻ. നോറ പുറത്തായില്ലെങ്കിൽ ഇതൊരു അതിഭീകര ക്യാറ്റ് ഫൈറ്റ് ആവും. അതിനിടയിൽ റസ്മിൻ ബായി കിടന്ന് ശ്വാസം മുട്ടി മരിക്കും. റസ്മിൻ ഭായിക്ക് എന്താ ചെയ്യേണ്ടതില്ല, ജാസ്മിന് പറയാനും പറ്റുന്നില്ല. റസ്മിൻ പെട്ടു. അതിന് ഏറ്റവും നല്ല സൂത്രം കണ്ടത് ഒരു ചിരി. റസ്മിൻ പെട്ടു. ജിൻഡോ ഞാൻ പുറത്തുനിന്ന് നമ്പർ കിട്ടി, പുറത്തുനിന്ന് നിനക്ക് അങ്ങനെ നമ്പർ കിട്ടി മുന്നിക്ക വന്നതാ. ജാസ്മിൻ പെട്ടു, എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അതെ, അല്ല ജാസ്മിനേക്കാ നോറേനേക്കാ പെട്ടതാരറിയോ? റസ്മിനാണ് ശരിക്കും. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോമണർ എന്നുള്ള പേരിൽ ഇവര് ഔട്ട് ആയിട്ടുണ്ടല്ലോ, ഇവരുടെയൊക്കെ പേര്. മേ ബി അങ്ങനെ പോയിട്ട് സംസാരിച്ചതായിരിക്കാം. ഇവര് മൂന്നുപേര് ടീമാണെന്ന് തോന്നുന്നുണ്ട്. അതെ, ഇനി അതിലൊരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. മേ ബി ലാലേട്ടൻ വരുമ്പോ മിക്കവാറും ഇത് അല്ലേ, എനിക്ക് ചാൻസ് തോന്നുന്നുണ്ട്. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിന്റെ ചാടി നീച്ചിട്ട് അത് എന്തെങ്കിലും വഴി കൂടി പറയണ്ടല്ലോ, അത് നമുക്ക് തന്നതാണത്. ഇവര് മൂന്നുപേരാണ് ഒരു ടീം എന്നൊക്കെയാണ് ഒരു കിംവദന്തി. ശരിക്കും ആ വീണ് കിട്ടിയ സാധനമൊക്കെ എല്ലാവരോടും പിടിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അല്ല അത് ശ്രീരേഖനെ എടുത്തുപോയിട്ട് ചിന്തോ കണ്ട ചേച്ചി ശ്രീരേഖ അതൊക്കെ പോട്ടെ, ഞാൻ ഇവിടെ അമ്മറോട് കളിക്കാൻ വന്നത് നോക്കട്ടെ. എനിക്ക് എങ്ങനെയെങ്കിലും അതെ, എനിക്ക് യമുനെ പൊട്ടിക്കണം എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് അതിനിടെ പോയി. അതിന് ജാൻമണിയും ഋഷിയും കുറച്ച് എരുതിയിൽ എണ്ണ കയറ്റാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. റസ്മിനാണെങ്കിൽ ഒരു തരത്തിലുള്ള വെളുപ്പിക്കലാണ് നോറേനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നോറേനെ കുറിച്ച് അധികം വെളുപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എവിടെയും സീരിയസ് ആയിട്ട് ജാസ്മിൻ പോയിരുന്നിട്ട് നോറേനെ കുറിച്ച് കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, അതിന് സമയമില്ല, അതാണ് വേറെ കാര്യം. അതെ, ഷുഗറിന്റെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് സമയം വേണ്ടേ. അതെ, അപ്പൊ അത് സമയം കണ്ടെത്തിയാലും ഗബ്രി പിടിച്ചു വലിച്ച് കൊണ്ടുപോകലോ. അതിന് രാവിലെ മോർണിംഗ് ടാസ്കില് പറയുന്ന സമയമല്ല, ഞാൻ കയ്യുമ്പോ അല്ല, രാവിലെ ഗബ്രി വന്നിട്ട് മോർണിംഗ് ടാസ്കിൽ നോറേനായിട്ടാണ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ജാസ്മിൻ വിചാരിച്ചിട്ടുണ്ടാവും ഓഹോ. അപ്പൊ എന്താണെങ്കിലും ഇവരുടെ ഈ അല്ലെ അന്തർധാര എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ അത് വരും. അതെങ്ങനെ വരും അറിയോ? ഈ നോറ ഒരു ദിവസം പൊട്ടും. അല്ല, നോറയ്ക്ക് ഒരു സിറ്റുവേഷൻ വരും. എങ്ങനെ ഒരു സമയത്ത് നോറയ്ക്ക് ഓക്കെ ഇനി എനിക്ക് രക്ഷയില്ല, അല്ലെങ്കിൽ ഞാൻ പോവാനായി എന്നറിയുമ്പോ നോറ മിക്കവാറും അത് പൊട്ടിച്ചിട്ട് ഇവര് നമ്മളുടെ അന്തർധാരയൊക്കെ സജീവമായിരിക്കും. പക്ഷെ അത് വളരെ മാന്യമായിട്ട് അവർ പുറത്തുനിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മൂന്നാളെ സ്വഭാവം ഏകദേശം ഒരേപോലെയൊക്കെ ആയതുകൊണ്ട് അത് ഇവിടെ വന്നിട്ട് അവർക്കത് ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രം. എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സ്വന്തം സ്വഭാവം മൂന്നാളതും പുറത്തു വന്നു. അതെ, എന്താണെങ്കിലും അതങ്ങനെ രാവിലത്തെ പിന്നെ BB+ രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ ഇന്ന മോനെ എന്താണ് യമുനാണ് എനിക്ക് ടാസ്ക് മനസ്സിലായില്ലേ? അത് ശ്രീരേഖനെ അഭിനയിച്ച് കാണിച്ചാണത്. ഒരാൾക്കും മനസ്സിലായില്ലേ? എല്ലാരും എന്താ കാണിക്കുന്നത്? ഇവർക്ക് ശ്രീരേഖയ്ക്ക് മനസ്സിലാവണില്ല ഇവരെന്താ കാണിക്കുന്നുള്ളത്. എന്താ പറയാ, കയ്യിൽ നിന്ന് ഇട്ട് നോക്കിയതാ, ഹിറ്റ് ആവും മനസ്സിലായോ? അതൊരു വൈറൽ സാധനമാവും വിചാരിച്ച് നോക്കിയതാണ്. പക്ഷേ ഒത്തില്ല അല്ലെ, ഒക്കാതെ പോയി കഴിഞ്ഞു. അവിടെയും ജിൻഡോ മറ്റേ ഇവളും റസ്മിനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സാധനങ്ങൾ വന്നു. അതിനുശേഷം എഗെയിൻ വീണ്ടും ജാസ്മിൻ നോറയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനോട് 2 ദിവസം മുന്നേ കൺഫെഷൻ റൂമിൽ പോയി മാസം അടിച്ചതാണ്. ഞാനിവിടെ 24 മണിക്കൂറിൽ ഇത്ര മണിക്കൂർ ഉറങ്ങുകയും ഇത്ര മണിക്കൂർ ഞാൻ മറ്റേ പണിയെടുക്കുകയും 2 മിനിറ്റ് മാത്രം കരയുന്ന ഒരാളാണ് ഞാൻ. അല്ല, എന്റെ അടുത്ത് ബിഗ് ബോസിനോട് ചോദിച്ചല്ലോ, ബിഗ് ബോസ് പറയാം ഞാൻ വീക്ക് കണ്ടസ്റ്റന്റ് ആണോ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണോ? ബിഗ് ബോസ് ഇപ്രാവശ്യം നല്ല മോട്ടിവേറ്റർ ആയി തോന്നുന്നു എനിക്ക്. മൂപ്പര് മോട്ടിവേഷൻ മറന്നുകൊണ്ട് ബിഗ് ബോസ് ഇത് ഏതോ ഈ കരയുടെ നോറ അപ്പുറത്ത് നിന്നിട്ട് ശ്രീരേഖയോടല്ലേ വന്ന് റസ്മിനോടോ നീ കരയരുത്. അയ്യോ, ആ തുടക്കത്തില് നീ ശ്രീരേഖയോട് രാവിലെ നിങ്ങൾ ഡൗൺ ആവരുത്. അതെ, നിങ്ങൾ കരച്ചിൽ ഇന്റെ കണ്ടന്റാണ്, നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല. ഇന്റെ മോളെ. ഇനി വേറൊരു സാധനം വീണ് കിട്ടിയിട്ടുണ്ട് ലൈവിന്ന്. ജാസ്മിൻ പറയുന്നത് നിങ്ങൾ ശരിക്കും കേട്ടോട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. എനിക്കറിയാൻ പാടില്ല ബ്രോ, ഇവിടെ എന്റെ തന്ത വിളിച്ചെന്നെ പൊരിച്ചിട്ട് അറിയാം. ഞാൻ കയ്യും എങ്ങോട്ട് പോണ? അങ്ങോട്ട് തന്നെ.
എപ്പടി ഇരിക്കുന്നേ ജാസ്മിന്റെ വായന്ന് അറിയാതെ ഗബ്രീന്റെ ഒപ്പം നിൽക്കുമ്പോ വീണുപോയി. എന്റെ തന്ത വിളിച്ച് എന്നെ പൊരിച്ചി എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഞാൻ എഴുതിട്ട് വരുന്നത്. പോയി കയ്യിന്ന് പോയി, വായന്ന് വീണ്, സാധനം വീണ്. ഇനി രക്ഷല്ല. ബാക്കിയൊക്കെ പൊട്ടന്മാരായതുകൊണ്ട് ആർക്കും അല്ല, നമ്മള് നാട്ടുകാരും പൊട്ടന്മാരാണ്. പിന്നെ മനുഷ്യത്തുള്ള ബിഗ് ബോസ് നല്ലത് പറഞ്ഞോണ്ട് വിളിച്ചതിന്റെ ടെൻഷനിലാണ് ഗബ്രി. ഗബ്രിയെ ശ്രദ്ധിച്ചതുമില്ല. ഗബ്രി അല്ല, ശ്രീരേഖ ഇനി അപ്പുറത്തിരിക്കുന്ന ശ്രീരേഖയാണ്. ശ്രീരേഖന്റെ മനസ്സിൽ ഫുൾ എന്താ, രാവിലെ എണീച്ചിട്ട് യമനൊക്കെ എങ്ങനെ പണിയാം, ഇത് മാത്രമായത്. ആ പറഞ്ഞാല് യമുനക്ക് കൊടുക്കാൻ എന്റെ മോളെ അത് ശരിക്കും അങ്ങനെ ഒരു ഫൈറ്റ് അവിടെ നടക്കണല്ലേ അല്ലേ? ശ്രീരേഖി യമുനയും കൂടി അത് മിക്കവാറും നടക്കാൻ പോണ എന്തിനാന്ന് അറിയോ, 2 സ്റ്റെപ്പിൽ 2 ആള് വരെ ചായ വെക്കും. ഇത് ഏത് ചായ ടേസ്റ്റ് കൂടുതൽ. ആ ഒരു കിച്ചണിൽ 2 കിച്ചൺ ആക്കിയത് ഭാഗ്യമാണോ? ഇതില് ഞാനാണ് ശരിക്കുള്ള അമ്മ നമ്പർ 1 കിച്ചൺ. അമ്മ നമ്പർ അല്ല, ഞാൻ ഈ സീസണിന്റെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് അമ്മ സ്ഥാനത്തിന് വേണ്ടിട്ട് അടി നടക്കുന്നത്. അതെന്തായാലും ഉറപ്പിച്ചു ഞാൻ അമ്മ. പിന്നെ ഞാൻ ആലോചിക്കുന്നതല്ല, ഇവരാരും നോക്കാത്തൊരു സംഗതി അവിടെ വളരെ കൂളായി നടക്കുന്നുണ്ട്. സ്മോക്കിംഗ് സോൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് വലിക്കണം എന്നാണ്. ഈ ജിൻഡോം മറ്റേ ജാൻമണിയും പുറത്തു കൂടി എങ്ങനെ പോകുന്നുണ്ട്. സീരിയസ് ആയിട്ട് അവര് അതിന്റെ ഉള്ളിലൊന്നും അല്ല, അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നിന്ന് വലി സെറ്റപ്പ് ആക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നലെ ഗബ്രി പറ്റുന്നതല്ല, ഈ പ്രൈവസി ഇല്ലാന്നോ? അയ്യോ, അതിലാറ് വേറെ ഇട്ടുണ്ട്. ഇന്നലെ രാത്രി അല്ല, ഇന്നലെ രാത്രി വേറെ രസമുണ്ടായി. ഇന്നലെ രാത്രി ഗബ്രീന്റെയും ജാസ്മിന്റെയും വർത്താനത്തിന്റെയും അവരുടെ പരിപാടിന്റെ ഇടയിൽ നിന്ന് യമുന റാണി നീച്ചോടി. ഉറുമ്പടിച്ചിട്ട് യമുന റാണിന്റെ കയ്യിലോ കല്ല കൊണ്ടുണ്ടോ? അല്ല, ഇവൻ ചിലപ്പോ ഇവിടെ വെള്ളം കുടിക്കാൻ പോയതൊക്കെ മറന്നുണ്ടാവും. യമുന റാണീന്റെ കാലുമൊക്കെ ഒരു കടി അടിക്കട്ടെ, ഒന്ന് മണ്ടട്ടെ എന്നൊക്കെ ചേച്ചിങ്ങനെ നിന്നുണ്ടാവും. അറിഞ്ഞിട്ടുണ്ടാവില്ല, യമുന റാണീന്റെ ഭർത്താവ് പോലും അറിഞ്ഞിട്ടുണ്ടാവും. പ്രൈവസി ഇല്ല. അപ്പൊ ഓക്കെ ഗൈസ് അല്ലേ, ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി രാത്രിയിലെ കലാപരിപാടികൾ ലൈവിൽ തുടങ്ങിയിട്ടുണ്ടാവും. രാത്രി 2 പേര് എപ്പോഴും അല്ല, രാത്രികൾ അവരെ ഏറ്റെടുത്തിരിക്കുക. രാത്രികളുടെ യാമങ്ങൾ അവർക്ക് വേണ്ടി. പക്ഷെ ഏതോ ഒരു ദിവസം ഒരു കട്ട മറ്റേ ഒരു ഗെയിം കളിച്ചിട്ടാവുന്നുണ്ട് വന്നിരുന്ന ചാർജിങ്, മൊബൈൽ ചാർജിങ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വന്ന് വലിയൊരു സംഭവം. അന്ന് കുറച്ച് ഉറങ്ങിയിട്ടുണ്ട്. പക്ഷെ വേറെ കേസ് പറയാം, അത് മാത്രല്ല വേറെ കേസ് പറയാം. ഇവര് ഞാൻ വിചാരിച്ചത് 2 പേരും ഇൻഡിവിജ്വൽ കളിച്ച അടിപൊളി ഗെയിമേഴ്സാണ് 2 പേരും. പക്ഷെ ഇവരൊപ്പം നിൽക്കുമ്പോഴും ബാക്കിയുള്ള ടീമുകൾക്കൊപ്പം മുട്ടി നിൽക്കാൻ പാകത്തിന് 2 പേരും ഗെയിം കളിക്കും. അല്ലെ, അത് ടാസ്കുകൾ അങ്ങനെ മുട്ടി നിന്ന് ശീലമുള്ള ആൾക്കാരായതുകൊണ്ട്, അല്ലെങ്കിൽ മുട്ടി നിൽക്കല്ല ഇതിനുള്ളിൽ. ടാസ്ക് കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. എക്സിക്യൂട്ടീവ് നന്നായിട്ട് അവര് ഒരു ടാസ്ക് വരുമ്പോഴത്തേക്കും അതിന്റെ പ്ലാനിങ്ങൾ ചെയ്യുന്നുണ്ട്, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നോക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ടാസ്ക് തോന്നുന്നുണ്ട് അല്ലെ, സിംഗിൾ ആയിട്ട് പോകുമ്പോ അത്ര ഉഷാറില്ല. അല്ല, ഈ ഗ്രൂപ്പ് ടാസ്ക് ആണെങ്കിലും അത് ഓക്കെയാണ്. കാരണം ബാക്കി ടീമുകൾക്ക് അതിനങ്ങോട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും അത് പറ്റണം അവർക്ക്, അതൊരു പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ ഇവർക്കില്ലേ അപ്സര, ശരണ്യ, ശ്രീതു, ഇവരൊന്നും ഇത് സീരിയസ് ആയിട്ട് എടുക്കാനായിട്ടാണ്. ഇതൊരു ലോങ് റണ്ണിന് എന്താണെങ്കിലും ഇവർക്ക് നല്ല രീതിയിൽ അത് ഭാരമായിട്ട് വരും. കാരണം ഇവർക്ക് കളിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയാവും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ട് ഈ എൻറ്റയർ ലൈവും എപ്പിസോഡൊക്കെ കാണുമ്പോൾ, ഇവരൊക്കെ എന്തോന്നടേ എക്സ്ട്രാ ക്യാമറ ഫിറ്റ് ചെയ്ത പോലെയാണ് അവിടെ ആ ശ്രീത്തൊക്കെ. ഒന്നുമില്ല അവർക്കൊന്നും. പിന്നെ ജാൻമണിയാണെന്നുണ്ടെങ്കിൽ പുതിയ ഐറ്റംസ് ആണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. വായ തുറന്നാ പ്രാക്ക്, ശബ്ദം പോണെന്നൊക്കെ നോറേന്റെ ശബ്ദം, ശപിച്ചു എന്ത് കാടാണ് ഇത്, ശാപക്കാടാണ്. സീരിയസ് ആയിട്ട് അതന്നെ സംഗതി, ശാപക്കാട് ഇട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന അവര്. കരിയർ അവസാനിക്കും, കരിയർ നോക്കി നടക്കുന്ന ആൾക്കാർ. അർജുനോട് കരിയർ അവസാനിക്കും. ഇവരെ ബാക്കിയില്ലാത്തവര് ശപിച്ചു കൊണ്ടാണ് നടക്കുന്നത്.
അപ്പൊ ഓക്കെ അല്ല പുതിയ ക്യാപ്റ്റൻ ഗബ്രി. ഗബ്രി അടുത്ത ആഴ്ച ജിൻഡോ എനിക്ക് തോന്നുന്നു മിക്കവാറും അയാളെ സമാധാനത്തോടെ ക്യാപ്റ്റൻസി കൊണ്ടുപോകാൻ സമ്മതിക്കുന്നത്. അതുകൊണ്ടാ പിന്നെ നൈസായിട്ട് പറഞ്ഞത് ഗബ്രി വോട്ട് ചെയ്യാൻ നിർത്തല്ലോ. അപ്പൊ ബൈ.